നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ മരത്തിന് റബ്ബർ ഗാർഡ് ഇടുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. സാധാരണ മഴ സീസണുകളായതുകൊണ്ടാണ് ഇങ്ങനെ റബ്ബറിൻ്റെ പട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റബ്ബർ ഗാർഡ് ഇടുന്നത്. മിക്ക ആൾക്കാരും പറയുന്നത് മഴയത്ത് വേണ്ടി വെട്ടാൻ വേണ്ടിയാണ് ഈ റെയിൻ ഗാർഡ് ഇടുന്നത്. അത് തെറ്റായ സന്ദേശമാണ്. സാധാരണ ഈ റെയിൻ ഗാർഡ് ഇടുന്നത് ഈ മഴയുള്ളപ്പോൾ ഒരു കാരണവശാലും ഈ റബ്ബർ ടാപ്പ് ചെയ്യരുത്, റെയിൻ ഗാർഡ് ഇട്ട മരങ്ങൾ പോലും. കാരണം ഇത് അമിതമായി നനഞ്ഞാൽ പെട്ടെന്ന് പട്ടമരവിപ്പിന് കാരണമാകും. അമിതമായി നനഞ്ഞു കിടക്കുന്ന മരങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ യഥാർത്ഥ പാലും കിട്ടത്തില്ല, പട്ടമരവിപ്പും പ്രധാനമാവും. ഇങ്ങനെ റെയിൻ ഗാർഡ് ഇട്ട മരങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ വെട്ടാവൂ. കാരണം ഇതിനകത്ത് എന്നും വെട്ടിയാൽ ശരിയായ പാലും കിട്ടത്തില്ല. ടാപ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മഴയാണെങ്കിൽ ഒരു കാരണവശാലും ടാപ്പ് ചെയ്യരുത്. ടാപ്പിംഗ് നടന്നതിന് ശേഷം ആ പട്ടയെ വീഴാതിരിക്കാനും പാലിനകത്ത് വെള്ളം വീഴാതിരിക്കാനാണ് ഇങ്ങനെ റെയിൻ ഗാർഡുകൾ ഇടുന്നത്. യഥാർത്ഥത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ പട്ടക്കൊള്ളുകൾ ഓപ്പണാവും. അത് പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പാലൊക്കെ ഇറങ്ങി അത് കട്ടിയായതിനു ശേഷമാണ് വീണ്ടും അത് അടയുന്നത്. അങ്ങനെ അടയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പട്ടയെ സംരക്ഷിക്കപ്പെടുന്നത്, റബ്ബർ മരം തന്നെ. ആ ടാപ്പിംഗ് സമയത്ത് അതിനകത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് മിക്ക ആൾക്കാരും ഈ റെയിൻ ഗാർഡുകൾ സ്ഥാപിക്കുന്നത്. ഇങ്ങനെ റബ്ബർ കവറിട്ടതിന് ശേഷം ടാപ്പ് ചെയ്യുന്ന മരങ്ങൾ 10 ദിവസം കൂടുന്തോറും M45 എന്ന കീടനാശിനി ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. അല്ലെങ്കിൽ കീടനാശിനികൾ അതിനകത്തിരുന്ന് പട്ടക്കുഴലുകൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് പെട്ടെന്ന് വെയിലേൽക്കാതെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് ചീകാൻ സാധ്യതയാണ്. അങ്ങനെ പട്ടമരവിപ്പും സംഭവിക്കും. മഴക്കാലത്ത് പിന്നെ റബ്ബർ കോട്ടും അടിച്ചു കൊടുക്കണം ആ പട്ട വെട്ടിയ സ്ഥലത്ത്. 45 കീടനാശിനികൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ റബ്ബർ കടകളിലും അല്ലെങ്കിൽ റബ്ബർ ബോർഡിലും കിട്ടും. അതിൻ്റെ എക്സ്പയറി നോക്കി വാങ്ങിക്കുക. എക്സ്പയർ കഴിഞ്ഞാൽ ഒരിക്കലും അത് കൊണ്ടുവന്ന് അടിക്കരുത്. ലോങ് എക്സ്പയറി ഉള്ളത് വാങ്ങിച്ചാൽ നമുക്ക് 2-3 വർഷം അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ റബ്ബർ കോട്ട് മേടിക്കുമ്പോൾ അംഗീകൃത ഡീലേഴ്സിൻ്റെ നിന്ന് മാത്രം കോട്ട് മേടിക്കാവൂ. അല്ലെങ്കിൽ റബ്ബർ ബോർഡിൽ നേരിട്ട് പോയി വാങ്ങിക്കുന്നതും നല്ലതാണ്. റബ്ബർ കോട്ട് വാങ്ങിക്കുമ്പോഴും നല്ലത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. 40-50 വർഷങ്ങളും വെട്ടാനുള്ള റബ്ബറാണെന്ന് ചിന്തിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.